തമിഴ്നാട്ടിലെ ദിണ്ടുക്കൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ദുരൂഹ വ്യക്തിത്വം ഡി മണി തന്നെയാണെന്ന് കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നിസ്സംശയം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മാസങ്ങളോളം നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കും അതുപോലെ തിരച്ചിലുകൾക്കുമെല്ലാം ഒടുവിലാണ് തമിഴ്നാട്ടിലെ ഇയാളുടെ സ്വാധീന വലയത്തിൽ നേരിട്ടെത്തി അന്വേഷണ സംഘം ഇയാളെ തിരിച്ചറിഞ്ഞത്. ഇതോടെ ശബരിമല സ്വർണ്ണക്കടത്ത്, പഞ്ചലോക വിഗ്രഹക്കടത്ത് എന്നീ കേസുകളിൽ നിർണായകമായ ഒരു വഴിത്തിരിവ് ഇപ്പോഴിതാ ഉണ്ടായിരിക്കുകയാണ്. താൻ ഡി മണിയല്ലെന്നും തൻ്റെ പേര് എം സുബ്രഹ്മണ്യം എന്നാണെന്നും അതിൻ്റെ ചുരുക്കപ്പേരായ MS മണി എന്നാണ് താൻ അറിയപ്പെടുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ അന്വേഷണ സംഘത്തെ പരമാവധി പറ്റിക്കാനും വഴിതിരിച്ചുവിടാനും ശ്രമിച്ചെങ്കിലും ആ തന്ത്രങ്ങളെല്ലാം പോലീസ് സമർത്ഥമായി പൊളിച്ചെടുക്കുകയായിരുന്നു. ഡി മണിയുടെ സാമ്രാജ്യം കേവലം ഒരു ബിസിനസ് സ്ഥാപനം മാത്രമല്ല, മറിച്ച് വലിയ സുരക്ഷാ സംവിധാനങ്ങളുള്ള അല്ലെങ്കിൽ സുരക്ഷാ സന്നാഹങ്ങളുടെ ഒരു കോട്ട കൂടിയാണ്. ദിണ്ടുക്കലിലെ ഇയാളുടെ ഓഫീസിലും സംഗീതത്തിലും എത്തിയ കേരള പോലീസ് സംഘത്തിന് വലിയ വെല്ലുവിളികളാണ് നേരിടേണ്ടി വന്നതല്ല. ഇയാളുടെ കേന്ദ്രത്തിൽ വെച്ച് മണിയെ ചോദ്യം ചെയ്യുക എന്നത് അതീവ ദുഷ്കരം കൂടിയായിരുന്നു. പ്രാദേശിക പോലീസിന്റെ സഹായം തേടിയെങ്കിലും അവർ കേരള പോലീസുമായി സഹകരിക്കാൻ പോലും തയ്യാറായില്ല എന്നത് അന്വേഷണത്തെ കൂടുതൽ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. മണിയുടെ അനുയായികളുടെ ഭാഗത്തു നിന്നുണ്ടായ സമ്മർദ്ദവും പ്രാദേശിക പോലീസിന്റെ നിസ്സംഗതയും കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിന് അവിടെ നിന്നും വളരെ സാഹസികമായാണ് മടങ്ങേണ്ടി വന്നത്. തമിഴ്നാട്ടിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും രാഷ്ട്രീയ നേതാക്കളുമായും മണിക്കുള്ള അവിശുദ്ധ ബന്ധമാണ് പ്രാദേശിക പോലീസിനെ അന്വേഷണത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നതിനായി ലഭ്യമായ സൂചനകളും. അതായത് അവിടെ മണിക്കുള്ള വലിയ തരത്തിലുള്ള സ്വാധീനം തന്നെയാണ് പോലീസ് പോലും, അതായത് തമിഴ്നാട്ടിലെ പോലീസ് പോലും അങ്ങോട്ടേക്ക് എത്താൻ കേരള പോലീസുമായി സഹകരിക്കാമെന്നുള്ള സൂചനകളും വരുന്നുണ്ട്. ഡി മണിയുടെ യഥാർത്ഥ പേര് എം സുബ്രഹ്മണ്യം എന്നാണെന്ന് തിരിച്ചറിഞ്ഞത് അന്വേഷണത്തിലെ വലിയൊരു വിജയമായി പോലീസ് കണക്കാക്കുന്നുമുണ്ട്. തൻ്റെ വ്യക്തിത്വം മറച്ചുവെച്ച് ഡി മണി എന്ന പേരിൽ അധോലോക ബന്ധങ്ങളുള്ള ഒരു നിഗൂഢ വ്യക്തിയായി അറിയപ്പെടാനായിരുന്നു ഇയാൾ താല്പര്യപ്പെട്ടിരുന്നത്. ഇയാളുടെ പ്രവർത്തനങ്ങൾ അത്രമേൽ രഹസ്യാത്മകവുമായിരുന്നു. മണിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും വിശ്വസ്തനുമായ ബാലമുരുകൻ എന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ പോലീസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മണി തൻ്റെ ഇടപാടുകൾക്കായി സ്വന്തം പേരിൽ ഒരു ഫോൺ പോലും ഉപയോഗിച്ചിരുന്നില്ല എന്ന കണ്ടെത്തൽ പോലീസിനെ ഇതിനോടകം തന്നെ അമ്പരപ്പിച്ചിട്ടുമുണ്ട്. ബാലമുരുകന്റെ പേരിലെടുത്ത സിം കാർഡുകളും ഫോണുകളും ഉപയോഗിച്ചാണ് ഇയാൾ എല്ലാ രഹസ്യ ഇടപാടുകളും നടത്തിയിരുന്നത്. ഈ കണ്ടെത്തൽ മണിയുടെ ക്രിമിനൽ ആസൂത്രണ മികവിനെയാണ് വ്യക്തമാക്കുന്നത്. ബാലമുരുകനെ തിരുവനന്തപുരത്ത് എത്തിച്ച് ചോദ്യം ചെയ്യുന്നതോടെ മണിയുടെ കൂടുതൽ രഹസ്യങ്ങൾ പുറത്തുവരുമെന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘവും പ്രതീക്ഷിക്കുന്നത്. ദിണ്ടുക്കലിൽ വെച്ച് ബാലമുരുകനെ ചോദ്യം ചെയ്യുന്നത് സുരക്ഷിതമല്ലെന്ന് കണ്ടാണ് ഇയാളെ കേരളത്തിലേക്ക് മാറ്റാനും തീരുമാനിച്ചത്. ശബരിമല സ്വർണ്ണക്കടത്ത് ആരോപണത്തിന്റെ തുടക്കം മുതൽ ഒരു പ്രവാസി വ്യവസായി നൽകിയ അതീവ ഗൗരവമായ പരാതിയിൽ നിന്നാണ്. അവിടെ നിന്നാണ് ശബരിമല സ്വർണ്ണക്കുള്ള കേസിന്റെ ആരംഭമുണ്ടാകുന്നത്. ശബരിമലയിലെ സ്വർണ്ണ ആവശ്യങ്ങൾക്കായി പുറത്തുനിന്ന് സ്വർണം എത്തിക്കുന്നതായും ആചാരപരമായ കാര്യങ്ങളുടെ മറവിൽ വലിയ അളവിൽ സ്വർണം അനധികൃതമായി കടത്തുന്നുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. ആ ഇടപാടുകളിൽ ഡി മണി എന്ന വ്യക്തിയുടെ പങ്കിനെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ പരാതിക്കാരൻ നൽകുകയും ചെയ്തിരുന്നു. സ്വർണം എത്തിക്കുന്നതിലും അത് ഔദ്യോഗിക രേഖകൾ ഇല്ലാതെ വിതരണം ചെയ്യുന്നതിലും മണിക്ക് വലിയ വിദേശ ബന്ധങ്ങളുണ്ടെന്ന് ആരോപിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയത്. പഞ്ചലോക വിഗ്രഹ കടത്തുമായി ബന്ധപ്പെട്ട നേരത്തെ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഡി മണിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്നതിന് വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുമുണ്ട്. നേരിട്ടുള്ള തെളിവുകൾ ആദ്യഘട്ടത്തിൽ ലഭ്യമല്ലാതിരുന്നുവെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ വിളികൾ വിശദമായി പരിശോധിച്ചപ്പോൾ ഡി മണിയുടെ വിശ്വസ്ത സഹായിയായ ശ്രീകൃഷ്ണന്റെ നമ്പർ അതിൽ കണ്ടെത്തുകയും ചെയ്തു. വിരുദനഗർ സ്വദേശിയായ ശ്രീകൃഷ്ണൻ കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് നിസ്സാരക്കാരനൊന്നുമല്ല. അവിടെ ലോക്കൽ മുതൽ വലിയ തരത്തിലുള്ള ബന്ധങ്ങളും ഇദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്യുന്നു. തമിഴ്നാട്ടിലെ വൻ വിവാദമായ ഇറിഡിയം തട്ടിപ്പ് അഥവാ റൈസ് പുള്ളർ സ്കാം കേസിലെ പ്രധാന പ്രതിയാണ് ഇയാൾ. പുരാതനമായ പത്രങ്ങൾക്കും ലോഹങ്ങൾക്കും, അതായത് പുരാതനമായ പാത്രങ്ങളടക്കമുള്ള ലോഹങ്ങൾക്കും ഇറിഡിയം ആവശ്യമുണ്ടെന്ന് അവയ്ക്കും അന്താരാഷ്ട്ര വിപണിയിൽ കോടികൾ വിലയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് നടത്തുന്ന വലിയൊരു തട്ടിപ്പാണിത്. അവിടെ പുരാതനമായ പാത്രങ്ങൾ, അതുപോലെ മറ്റ് പല ലോഹങ്ങൾ, ഇവയ്ക്കെല്ലാത്തിനും ഇറിഡിയം ആവശ്യമുണ്ടെന്ന് പറഞ്ഞുള്ള തട്ടിപ്പായിരുന്നു അവിടെ നടന്നിട്ടുള്ളത്. ഇറിഡിയം തട്ടിപ്പും വിഗ്രഹക്കടത്തും തമ്മിൽ ഗാഢമായ ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് ഇപ്പോൾ ഗൗരവമായി പരിശോധിക്കുന്നുമുണ്ട്. ശ്രീകൃഷ്ണനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഡി മണിയുടെ ഓഫീസിനെ കുറിച്ചും അവിടുത്തെ രഹസ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചത്. തിരിച്ചറിയൽ നടപടിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ തനിക്ക് ഇയാളെ അറിയില്ല എന്നും തനിക്ക് കേരളവുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് മണി പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പഞ്ചലോക വിഗ്രഹം കടത്തിയെന്ന ആരോപണം ഉന്നയിച്ച പ്രവാസി വ്യവസായി പോലീസ് കണ്ടെത്തിയ ഡി മണി താൻ ഉദ്ദേശിച്ച ആൾ തന്നെയാണെന്ന് 100% ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇതോടെയാണ് മണിയുടെ എല്ലാ വാദങ്ങളും പൊളിയാനിട വന്നത്. അന്വേഷണം വഴിതിരിച്ചു വിടാനും കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇയാൾ നടത്തുന്നത്. ജനുവരി 4-5 തീയതികളിൽ തിരുവനന്തപുരത്ത് നേരിട്ട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് മണിക്ക് നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ രാജ്യാന്തര ലോബികൾക്ക് പങ്കുണ്ടോ എന്ന കാര്യമാണ് പോലീസ് പ്രധാനമായും അന്വേഷിച്ചു വരുന്നത്. വിഗ്രഹക്കടത്ത്, സ്വർണ്ണക്കടത്ത് തുടങ്ങിയ
വലിയ ഇടപാടുകൾക്ക് ഡി മണിയെ പോലുള്ള സ്വാധീനമുള്ള ഒരാളുടെ സഹായം ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് പോലീസ് ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട്. മണിയുടെ ബാങ്ക് ഇടപാടുകൾ ഇപ്പോൾ പോലീസ് കർശനമായി നിരീക്ഷിച്ചും വരികയാണ്. വലിയ തുകകളുടെ കൈമാറ്റം ഇയാളുടെ അക്കൗണ്ടുകൾ വഴി നടന്നിട്ടുണ്ടോ എന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇയാൾക്ക് ഫണ്ട് ലഭിക്കുന്നുണ്ടോ എന്നും കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനായി കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടാനും സാധ്യതകളുണ്ട്. പഞ്ചലോക വിഗ്രഹക്കടത്ത് മാഫിയ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വലിയൊരു ശൃംഖല തന്നെ രൂപീകരിച്ചിട്ടുമുണ്ട്. പുരാതന വിഗ്രഹങ്ങൾ മോഷ്ടിച്ചും പകരം വ്യാജ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചും ഇവർ നടത്തുന്ന ഇടപാടുകൾ അതിഭീമമാണെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ കോടികൾ വിലമതിക്കുന്ന വിഗ്രഹങ്ങൾ കടത്തുന്നതിന് ഉന്നത ബന്ധമുള്ള വ്യക്തികളുടെ സഹായം ഈ മാഫിയയ്ക്ക് ലഭിച്ചിട്ടുമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള വ്യക്തികൾക്ക് ക്ഷേത്രങ്ങളുള്ള സ്വാധീനം വിഗ്രഹക്കടത്ത് സംഘങ്ങൾ വിദഗ്ധമായി മുതലെടുക്കുകയായിരുന്നു. പോറ്റിക്ക് എങ്ങനെയാണ് മണിയുടെ സംഘവുമായി ബന്ധം ലഭിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും സാമ്പത്തിക ലാഭം തന്നെയാണ് ഈ ബന്ധത്തിന് പിന്നിലെ പ്രധാന ചാലകശക്തി എന്നാണ് SIT കരുതുന്നതും. പൂജാരി എന്ന നിലയിലുള്ള സ്വാധീനം വിഗ്രഹങ്ങൾ മാറ്റുന്നതിലും മറ്റും ഇവർക്ക് എളുപ്പമാവുകയും ചെയ്തു. അന്വേഷണം മുറുകുന്നതിനിടയിൽ മണി രാജ്യം വിടാനുള്ള സാധ്യതയുണ്ടെന്നതും പോലീസിനെ വലിയ തരത്തിൽ ആശങ്കയിലാഴ്ത്തുന്നുമുണ്ട്. ദിണ്ടുക്കലിലെ ഇയാളുടെ സംഗീതം നിരീക്ഷിക്കുക എന്നത് നിലവിൽ കേരള പോലീസിന് ഏകപക്ഷീയമായി ചെയ്യാവുന്ന ഒരു കാര്യവുമല്ല. മണിയുടെ പ്രാദേശിക സ്വാധീനം ഉപയോഗിച്ച് ഇയാൾ നിയമവ്യവസ്ഥയെ പരസ്യമായി വെല്ലുവിളിക്കുക കൂടിയാണ്. ജനുവരി 4-ന് ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെങ്കിൽ ഇയാളെ പിടികിട്ടാപ്പുള്ളിയെ പ്രഖ്യാപിക്കാനും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനും സാധ്യതകളുമുണ്ട്. ഡി മണി എന്നത് ഒരു സാങ്കല്പിക കഥാപാത്രമല്ലെന്നും വലിയൊരു ക്രൈം സിൻഡിക്കേറ്റിന്റെ തലവനാണെന്നും SIT ഇപ്പോൾ ഉറപ്പിച്ച് പറയുന്നുമുണ്ട്. ശ്രീകൃഷ്ണന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ലഭിച്ച വിവരങ്ങളും മണിയുടെ സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനകളും ക്രോഡീകരിച്ച് നോക്കുമ്പോൾ വലിയൊരു കുറ്റപത്രം തന്നെ തയ്യാറാക്കാനാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, ഡി മണി, ശ്രീകൃഷ്ണൻ, ബാലമുരുകൻ എന്നിവരടങ്ങുന്ന ഈ സംഘം ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് വലിയൊരു റാക്കറ്റ് തന്നെ നടത്തിയിരുന്നു എന്നാണ് പ്രാഥമികമായ നിഗമനം. ഈ നിഗൂഢതകൾ പൂർണ്ണമായി നീക്കണമെങ്കിൽ മണിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യേണ്ടിയും വരും. വരും ദിവസങ്ങളിൽ ഈ കേസിൽ കൂടുതൽ നിർണായകമായ അറസ്റ്റുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കേരളത്തിലെ ഹൈവേ കവർച്ചകൾ, സ്വർണ്ണക്കടത്തും ഈ സംഘവുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് സമാന്തരമായി അന്വേഷണം വരുന്നുണ്ട്. ജനുവരി ആദ്യവാരത്തിലെ ചോദ്യം ചെയ്യൽ ഈ കേസിലെ ഏറ്റവും പ്രധാനമായ നിർണായകമായ ഘട്ടം കൂടിയായിരിക്കും. മണിയുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുമ്പോൾ നിരവധി ഷെൽ കമ്പനികളുടെ വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ബിസിനസ് ആവശ്യങ്ങൾക്കെന്ന പേരിൽ രൂപീകരിച്ച ഈ കമ്പനികൾ കള്ളപ്പണം വെളുപ്പിക്കാനായി ഉപയോഗിച്ചതെന്നും അന്വേഷിക്കുന്നുണ്ട്. വിദേശത്തു നിന്നും വലിയ തോതിൽ പണം ഈ കമ്പനികൾക്ക് എത്തിയതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. ഇത് അന്താരാഷ്ട്ര കൊള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പണമിടപാടോ എന്നാണ് പോലീസിന്റെ സംശയം. മണിയുടെ ദിണ്ടുക്കലിലെ സ്ഥാപനങ്ങളിൽ നടന്ന റെയ്ഡ് വലിയൊരു ഫലമാണെന്ന് നൽകിയെങ്കിലും അവിടുത്തെ ചില രഹസ്യ അറകളെക്കുറിച്ചും ഫയലുകളെക്കുറിച്ചും പോലീസിന് സൂചന ലഭിച്ചിട്ടുമുണ്ട്. തമിഴ്നാട് പോലീസിലെ ചില ഉദ്യോഗസ്ഥർ മുൻകൂട്ടി വിവരങ്ങൾ നൽകിയത് കൊണ്ടാണ് തെളിവുകൾ നശിപ്പിക്കാൻ മണിക്ക് സാധിച്ചതെന്നും കേരള പോലീസ് സംശയിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇടപെടൽ തേടാനും കേരളം ആലോചിക്കുന്നുമുണ്ട്. വിഗ്രഹക്കടത്ത് സംഘത്തിന്റെ വേരുകൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ ലേല വിപണികൾക്ക് വരെ നീളുന്ന ഒന്നാണെന്നും ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഡി മണിയെ പിടികൂടുന്നത് ഇന്ത്യയിലെ വലിയൊരു പുരാവസ്തു മോഷണ സംഘത്തെ തകർക്കുന്നതിന് തുല്യം കൂടിയായിരിക്കും. അന്വേഷണ സംഘം ഇപ്പോൾ മണിയുടെ ഓരോ നീക്കവും അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ജനുവരിയിലെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞാൽ ഈ കേസിലെ ദുരൂഹതകൾ മാറി യഥാർത്ഥ പ്രതികൾ നിയമത്തിന് മുന്നിൽ തന്നെ എത്തുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിൽ വിവാദമായിരിക്കുന്ന സ്വർണ്ണക്കൊള്ള കേസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് വലിയ തരത്തിലുള്ള സംഘത്തിന്റെ മറവിലേക്കാണ്. അതായത് വലിയ സംഘങ്ങൾ തന്നെ ഇതിന് പിന്നിലുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. ഇനി അന്വേഷണം കൃത്യമായി നടക്കുകയാണെങ്കിൽ പലരും ഇതിൽ പിടിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.